ഭാഗം 3. യക്ഷിണി. മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ. തങ്ങളുടെ കൂട്ടത്തിലെ ഒരാൾ മരണപ്പെട്ടതുകൊണ്ടോ അതോ മറ്റേതോ അദൃശ്യശക്തിയുടെ ആജ്ഞ കൊണ്ടോ എന്തോ ആകാശത്തുകൂടി പറന്ന മറ്റു വവ്വാലുകൾ ആ ബസ്സിനെ ലക്ഷ്യം വെച്ച് കൂട്ടത്തോടെ പറന്നു. എന്നാൽ ആ വവ്വാലുകൾ ബസ്സിന്റെ പുറകിലെത്തിയതും ഓരോന്നായി അന്തരീക്ഷത്തിൽ മരിച്ചു വീഴാൻ തുടങ്ങി. ഇതേ സമയം ബസ്സിൽ വെച്ച് വൃദ്ധൻ ആദിയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു. ഇല്ല മോനെ, യക്ഷിണി ഇപ്പോൾ ആരെയും ഉപദ്രവിക്കാറില്ല, ആരെയും അവളുടെ ഇരയാക്കാറുമില്ല, വൃദ്ധൻ പറഞ്ഞു. അതെന്താ മുത്തശ്ശ, അവൾ അവിടം വിട്ടു പോയോ? ആദി ചോദിച്ചു. ഇല്ല മോനെ, അവൾ ദ്വീപ് വിട്ടു പോയിട്ടില്ല. അങ്ങനെ പോകാൻ അവൾക്ക് സാധിക്കുമോ? അവൾ തൽക്കാലത്തേക്ക് ശാന്തയായിരിക്കുകയാണ്, വൃദ്ധൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ശാന്തയായെന്നോ? എങ്ങനെ? മുത്തശ്ശൻ എന്താണ് പറഞ്ഞു വരുന്നത്? അത് മോനെ, ഞാൻ ഉദ്ദേശിച്ചത് 13 വർഷങ്ങൾക്ക് മുൻപ് മാണിക്യമംഗലം മനയിൽ ഒരു എഴുത്തുകാരൻ താമസിച്ചിരുന്നു. അയാളായിരുന്നു അവളുടെ അവസാനത്തെ ഇര. അയാളുടെ ശവശരീരം ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷെ അന്ന് രാത്രി അയാൾ മരിച്ചു എന്നതിന് തെളിവുണ്ട്. അയാളുടെ എഴുത്തുമുറിയിൽ മുഴുവൻ രക്തം പടർന്നൊഴുകി കിടക്കുകയായിരുന്നു. ആ മുറിയിലെ അയാളുടെ പുസ്തകങ്ങളും ചുമരുകളും മറ്റ് സാധനങ്ങളും എല്ലാം രക്തത്തിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് അവിടെ അങ്ങനെ തന്നെ ഉണ്ട്. ആ മുറിയുടെ ഒരു കോൺ പോലും വൃത്തിയാക്കിയിട്ടില്ല. തെളിവിന് വേണ്ടി പോലീസുകാർ പോലും അത് അവിടെ അങ്ങനെ ഉപേക്ഷിച്ചു പോയി, വൃദ്ധൻ വിശദീകരിച്ചു. വൃദ്ധൻ പറഞ്ഞത് അത്രയും കേട്ട് ആദ്യ പേടിച്ചില്ല. പകരം സങ്കടം കൊണ്ട് അവന്റെ കണ്ണിൽ നിന്നും കണ്ണീരാണ് ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നത്. എന്താ മോനെ, ഇതൊക്കെ കേട്ട് നിന്റെ മുഖം വല്ലാതായത്? നീ എന്തിനാ കരയുന്നത്? എന്ത് സങ്കടമാണേലും മുത്തശ്ശനോട് പറഞ്ഞോളൂ. നിനക്ക് എഴുത്തുകാരൻ രഘുവിനെ അറിയുമോ? വൃദ്ധൻ അവനോട് ചോദിച്ചു. അയാൾ അവന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. മുത്തശ്ശൻ ഇപ്പോൾ പറഞ്ഞ ആ എഴുത്തുകാരൻ രഘു എന്റെ അച്ഛനാണ്, ആദി വിങ്ങലോടെ പറഞ്ഞു. എന്ത്? നീ രഘുവിന്റെ മോനാണോ? വൃദ്ധൻ ഞെട്ടലോടെ ചോദിച്ചു. അതെ, ഞാൻ അദ്ദേഹത്തിന്റെ മോനാണ്. നാട്ടുകാർ പറയുന്നത് യക്ഷിണി നിന്റെ അച്ഛനെ കൊന്നു എന്നാണ്. അന്നു മുതൽ മാണിക്യമംഗലം മന എന്ന നീക്കുമായി അടച്ചുപൂട്ടി. ആ രാത്രിക്ക് ശേഷം കൊലപാതകങ്ങൾ പോലും നിലച്ചു. ആരെയും യക്ഷിണി പിന്നെ ഉപദ്രവിച്ചില്ല. നിന്റെ അച്ഛനെ ഭോഗിച്ചതോടെ യക്ഷിണിയുടെ കാമം നിയന്ത്രണ വിധേയമായി. അതുകൊണ്ടാണ് അവൾ ശാന്തയായി എന്ന് നാട്ടുകാരിൽ ചിലർ പറയുന്നത്, വൃദ്ധൻ വീണ്ടും വിശദീകരിച്ചു. പക്ഷെ ഇത് കേട്ടപ്പോൾ ആദിക്കെന്തോ അസ്വാഭാവികമായി തോന്നി. അവൻ എന്തോ ആലോചിക്കാൻ തുടങ്ങി. പക്ഷെ മുത്തശ്ശ, യക്ഷിണി അവളുടെ ഇരകളുടെ രക്തം കുടിക്കും എന്നല്ലേ എന്നോട് മുത്തച്ഛൻ പറഞ്ഞത്? പക്ഷെ എന്റെ അച്ഛന്റെ സംഭവത്തിൽ മുറിയിൽ മുഴുവൻ രക്തമുണ്ടായിരുന്നു താനും. ചുമരുകളിലും ഫർണിച്ചറുകളിലും എല്ലാം രക്തക്കറ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ യക്ഷിണി എന്റെ അച്ഛനെ കൊന്നിട്ട് അദ്ദേഹത്തിന്റെ രക്തം കുടിക്കാതിരുന്നത് എന്തുകൊണ്ടാവും? എന്തോ ഒന്നിവിടെ മറിഞ്ഞിരിക്കുന്നില്ലേ? ആരും പറഞ്ഞു കേൾക്കാത്തൊരു ദുരൂഹത എന്റെ അച്ഛന്റെ മരണത്തിൽ ഇല്ലേ? ആദ്യം അവന്റെ സംശയം പ്രകടിപ്പിച്ചു. എനിക്കറിയില്ല മോനെ, യക്ഷിണി എന്തുകൊണ്ടാണ് രഘുവിനെ കൊന്നപ്പോൾ അവന്റെ രക്തം കുടിക്കാതിരുന്നതെന്ന്. ആ രഹസ്യം അവനോടൊപ്പം തന്നെ മാണിക്യമംഗലത്തെ മനയിൽ കുഴിച്ചു മൂടപ്പെട്ടു. പക്ഷേ യക്ഷിണി അവളുടെ അടുത്തേക്ക് വരുന്ന പുരുഷന്മാരെ ഭോഗിച്ചു അവരെ കൊന്ന് രക്തം കുടിക്കാറുള്ളത് സത്യമായ കാര്യമാണ്. പിന്നെ മോനെ, നാട്ടുകാരൊക്കെ പറയുന്നത് യക്ഷിണിയെ കുറിച്ച് കഥ എഴുതിയത് കൊണ്ടാണ് അവൾ അവനെ കൊന്നതെന്നാണ്. ചിലപ്പോൾ അതായിരിക്കാം. അല്ലാതെ നിന്റെ അച്ഛൻ അവളുടെ അടുത്തേക്ക് പോയിട്ടില്ല. വൃദ്ധൻ കുറെ നേരം ആലോചിച്ചു. ഒരു കാരണം കിട്ടിയ പോലെ പറഞ്ഞു. മുത്തശ്ശന്റെ കയ്യിൽ ആ പുസ്തകം ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കതൊന്ന് തരാവോ? ആദി ഭവ്യതയോടെ ചോദിച്ചു. ഇല്ല മോനെ, ആ പുസ്തകം ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് ആ പുസ്തകം മാണിക്യമംഗലം മനയിൽ തന്നെ ഉണ്ടാവുമെന്നാണ്.
മോൻ ഇന്ന് അങ്ങോട്ടേക്കല്ലേ പോകുന്നത്? അവിടെ ചെന്ന് ഒന്ന് തിരഞ്ഞു നോക്കും, ചിലപ്പോൾ കിട്ടുമായിരിക്കും. വൃദ്ധൻ ആദിയുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. അത് മനയിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പാണോ? തീർച്ചയായും അത് അവിടെ തന്നെ ഉണ്ട്. കാരണം മറ്റാരും ആ പുസ്തകം കണ്ടിട്ടില്ല. അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. മാത്രവുമല്ല, അത് മുഴുവനും എഴുതി കഴിഞ്ഞതാണ്. പ്രസിദ്ധീകരണം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതിനൊട്ട് രേഖ കൊടുത്തിട്ടുമില്ല. എന്തായാലും മോൻ അവിടെ ചെന്ന് അത് അന്വേഷിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. എന്റെ ഒരു ഉപദേശമാണെന്ന് കൂട്ടിക്കൊള്ളൂ. മന അടച്ചു പൂട്ടിയത് കൊണ്ടാണോ എന്തോ യക്ഷിണി ഇപ്പോൾ ശാന്തയാണ്. വെറുതെ മോൻ മനയിൽ ചെന്ന് അവളെ പ്രകോപിപ്പിക്കരുത്. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ എത്ര ആളുകൾ ഇനി മരണത്തിനിരയാവും എന്നുകൂടി പറയാൻ കഴിയില്ല. വെറുതെ കുറെ ജീവിതങ്ങൾ ഇല്ലാതാക്കണോ? മോനും അത് അപകടമാണ്. സ്വയം അപകടത്തിൽ ചാടണോ എന്ന് മോൻ തന്നെ ആലോചിക്കും. വൃദ്ധൻ ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു. മുത്തശ്ശൻ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ആദിയുടെ സ്വരത്തിൽ ദേഷ്യവും പുച്ഛവും ഒക്കെ നിറഞ്ഞിരുന്നു. ഞാൻ ഭീഷണിപ്പെടുത്തുന്നതല്ല മോനെ, ഒരു മുന്നറിയിപ്പ് തന്നതാണ്. മരണത്തെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുന്നവർക്ക് അവർ ചെയ്യുന്നതിനെ കുറിച്ച് ഒരു താക്കീത് നൽകുന്നത് നല്ലതാണ്. വൃദ്ധൻ ശാന്തമായ സ്വരത്തിൽ പുഞ്ചിരിയോടെ പറഞ്ഞു. പക്ഷെ വൃദ്ധൻ അത് പറഞ്ഞതും അവർ സഞ്ചരിച്ചിരുന്ന ബസ് ഒരു ഇരമ്പലോടെ നിന്നതും ഒപ്പമായിരുന്നു. ആദിയും വൃദ്ധനും പെട്ടെന്ന് മുന്നോട്ട് ആഞ്ഞുപോയി. എന്തുപറ്റി? കണ്ടക്ടർ ഡ്രൈവറോട് ചോദിച്ചു. ഒന്നുമില്ല, ഒരു കറുത്ത പൂച്ച വട്ടം ചാടിയതാണ്. ഡ്രൈവർ അതും പറഞ്ഞ് ബസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. റോഡിന്റെ സൈഡിലേക്ക് മാറിയ ആ കറുത്ത പൂച്ച ആദിയെ തന്നെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഇരുട്ടിന്റെ കരിനിറമുള്ള അതിന്റെ കണ്ണുകൾക്ക് നല്ല ചുവന്ന നിറമായിരുന്നു. മുത്തശ്ശൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആദി സംശയത്തോടെ ചോദിച്ചു. അവന്റെ സ്വരത്തിൽ ചെറുതായി ഒരു പതർച്ച ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് വലിയ പട്ടണത്തിലൊക്കെ പോയി പഠിക്കുന്ന ചെറുപ്പക്കാർക്ക് നമ്മൾ പ്രായമായവർ പറയുന്നതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാറില്ല. അവർ എല്ലാത്തിലും അർത്ഥവും യുക്തിയും കണ്ടെത്താൻ ശ്രമിക്കുന്നു. പക്ഷേ എല്ലാത്തിലും അതുണ്ടാവണമെന്നില്ല. ശരി ശരി, അതിനെക്കുറിച്ച് പറയണ്ട. പക്ഷെ മാണിക്യമംഗലം മനയെക്കുറിച്ച് മുത്തശ്ശൻ എങ്ങനെ അറിയാം? ആദി വൃദ്ധനെ തുറിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. മനയുമായുള്ള എന്റെ ബന്ധം വളരെ പണ്ടുകാലം തൊട്ടേ ഉള്ളതാണ്. മുത്തശ്ശൻ ഈ പറഞ്ഞ പണ്ടുകാലം എപ്പോഴാണ്? മുത്തശ്ശൻ പറഞ്ഞ ബന്ധം എന്താണ്? ആദി വൃദ്ധന്റെ മുഖഭാവം സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. മാനന്തവാടി, വൃദ്ധൻ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് പറഞ്ഞു. മാനന്തവാടിയോ? അവിടെ എന്താണ്? ആദിക്ക് സംശയമായി. നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇറങ്ങണ്ടേ? വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മാനന്തവാടി മെയിൻ സ്റ്റോപ്പിൽ ബസ് നിർത്തി. ആദിയും വൃദ്ധനും അവരുടെ സാധനങ്ങൾ എടുത്തു ബസ്സിൽ നിന്നും ഇറങ്ങി. ഒരു സാധാരണ ബസ് സ്റ്റോപ്പ് ആയിരുന്നു അത്. വിജനമായിരുന്നു. ഇലക്ട്രിക് പോസ്റ്റിൽ ഘടിപ്പിച്ചിട്ടുള്ള പലൈറ്റുകളിൽ നിന്ന് ലൈറ്റുകൾ മിന്നി ചിമ്മി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് വൃദ്ധന്റെ കയ്യിലുള്ള ബാഗ് ആദിയുടെ കണ്ണിൽ പെട്ടത്. ബാഗല്ല, ഒരു തുണി കെട്ടി ഉണ്ടാക്കിയ ഭാണ്ഡം. അവർ രണ്ടുപേരും ഇറങ്ങിയതും ബസ് പോയി. ആദി വൃദ്ധന്റെ ഭാണ്ഡത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. അതിനുള്ളിൽ ധാരാളം താമരപ്പൂക്കൾ അവൻ കണ്ടു. അതുകൊണ്ട് വൃദ്ധൻ എന്താണ് ചെയ്യുന്നതെന്നറിയാൻ ആദി ആഗ്രഹിച്ചു. കാരണം നിറയെ ഉണ്ടായിരുന്നു അയാളുടെ കൈവശം ആ പൂക്കൾ. ഇനി വല്ല പൂക്കച്ചവടക്കാരനോ ആണോ? പക്ഷെ താമര മാത്രമല്ലേ കയ്യിലുള്ളൂ. ആദി ചിന്തയിൽ നിന്നുണർന്നതും ആ വൃദ്ധൻ അതിവേഗത്തിൽ മുന്നോട്ടു പോകുന്നതാണ് അവൻ കണ്ടത്. അവൻ അയാൾക്ക് പിന്നാലെ പോകാൻ തീരുമാനിച്ചു. അതിനായി നടന്നു തുടങ്ങിയതും ആരോ കാലിൽ പിടിച്ചു വലിക്കുന്നത് പോലെ അവൻ വീഴാൻ പോയി. പക്ഷെ വീഴുന്നതിന് മുൻപ് ആദി പെട്ടെന്ന് ബാലൻസ് ചെയ്തു. അതുകൊണ്ട് മാത്രം അവൻ വീണില്ല. ആദി പിന്നെ താഴെ നോക്കി സൂക്ഷിച്ചു വേഗം നടന്നു വൃദ്ധന്റെ അടുത്തെത്തി. മുത്തശ്ശ, മുത്തശ്ശ, ഒന്ന് നിന്നേ. ഇത്രയധികം താമരപ്പൂക്കൾ കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആദി കിതച്ചുകൊണ്ട് ചോദിച്ചു. ഓ, അപ്പോൾ മോന് നല്ല ശ്രദ്ധയുണ്ടല്ലോ. എന്റെ സഞ്ചിയിലെ പൂക്കളൊക്കെ കണ്ടിരിക്കുന്നു. ഇതുപോലെ ചുറ്റും നടക്കുന്നതെല്ലാം കണ്ടാൽ നല്ലത്. വൃദ്ധൻ പുഞ്ചിരിയോടെ എന്തോ അർത്ഥം വെച്ചു പറഞ്ഞു.
അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം. ഇത്രയും പൂക്കൾ കൊണ്ട് മുത്തശ്ശൻ എന്ത് ചെയ്യാനാണ് പോകുന്നത്? ആദി അനിഷ്ടത്തോടെ ചോദിച്ചു. ഈ പൂക്കൾ ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന പൂജയ്ക്കായി ഉള്ളതാണ്. പൂജ നന്നായി നടത്താൻ, ഉപാസനമൂർത്തിയെ പ്രീതിപ്പെടുത്താനുള്ളതാണ് ഈ പൂക്കൾ. പൂജയോ? എന്തു പൂജ? ആദി തിരക്കി. പൗർണമി പൂജ. എന്ന് വെച്ചാൽ എന്താണ് മുത്തശ്ശ? ആദി ചോദിച്ചു. അത് കേട്ട് വൃദ്ധനൊന്ന് ചിരിച്ചു. മോന് ഈ നാട്ടിൽ പുതിയതല്ലേ, അതുകൊണ്ട് ഇതൊന്നും അറിയാൻ വഴിയില്ല. ഇനി ഞാനിത് മോന് വിശദീകരിച്ചു തന്നാലും മോന് മനസ്സിലാവണമെന്നില്ല. പതിയെ പതിയെ മോനെല്ലാം മനസ്സിലാക്കും, വൃദ്ധൻ പറഞ്ഞു. അയാളുടെ ഓരോ വാക്കുകളിലും അയാൾ എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതായി ആദിക്ക് തോന്നി. അയാൾ പറഞ്ഞതൊന്നും ആദിക്ക് വ്യക്തമായി മനസ്സിലായതുമില്ല. അവൻ അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവിടെ മിന്നിമറയുന്ന ഭാവങ്ങൾ അറിയാൻ, അതിലുള്ള അർത്ഥം മനസ്സിലാക്കാൻ അവൻ പാടുപെട്ടു. അയ്യോ കോപ്പ്! ഇപ്പോഴോ? ആദി അവന്റെ ബാഗിന്റെ വെയിറ്റ് സഹിക്കാൻ വയ്യാതെ അത് തോളിൽ നിന്നും അഴിച്ച് കയ്യിൽ പിടിച്ചു പറഞ്ഞു. എന്തു പറ്റി മോനെ? നിന്റെ മുഖം കാണുമ്പോൾ എന്തോ കുഴപ്പത്തിൽപ്പെട്ട പോലെ ഉണ്ടല്ലോ, വൃദ്ധൻ ചോദിച്ചു. അതേ മുത്തശ്ശ, ഇവിടെ എവിടെയെങ്കിലും ഒരു വാഷ്റൂം ഉണ്ടോ? ആദി തല ചൊറിഞ്ഞുകൊണ്ട് ചോദിച്ചു. വാഷ്റൂമോ? അത് പറഞ്ഞാൽ എന്താണ് മോനെ? വൃദ്ധന് മനസ്സിലായില്ല. വാഷ്റൂം, അതിന്റെ മലയാളം ഇപ്പോ മൂത്രപുര. അയാളെ അസ്വസ്ഥനായി നോക്കിയിട്ട് ആദി പറഞ്ഞു. ഓ, അതായിരുന്നോ? ഇവിടെ സ്റ്റോപ്പിലൊന്നുമില്ല. രാജ്യം മുഴുവൻ പുരോഗമിച്ചു. പക്ഷെ ഇവിടെയൊക്കെ ഇപ്പോഴും പണ്ടെങ്ങനെയോ അത് തന്നെയാണ്, വൃദ്ധൻ പുച്ഛത്തോടെ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ എവിടെയെങ്കിലും കാര്യം സാധിക്കുക, അത്ര തന്നെ. എന്തായാലും ഇരുട്ടാണ്, ആരും കാണാൻ പോകുന്നില്ല, വൃദ്ധൻ തമാശയായി പറഞ്ഞു. ആദി കുറച്ചു മാറി ബസ് സ്റ്റോപ്പിന്റെ വെയിറ്റിംഗ് ഷെഡിന്റെ പുറകിലേക്ക് അല്പം കൂടി പോയി മൂത്രമൊഴിക്കാൻ തുടങ്ങി. മുത്തശ്ശ, നിങ്ങൾ ഇനി ഇവിടെ നിന്നും എങ്ങോട്ടേക്കാണ് പോകുന്നത്? ആദി ചോദിച്ചു. ചേക്കടിയിലേക്കാണ് ഞാൻ പോകുന്നത്, വൃദ്ധൻ മറുപടി പറഞ്ഞു. അതിനർത്ഥം നിങ്ങൾക്ക് നദി മുറിച്ചു കിടക്കണമെന്നല്ലേ? ആദി ചിരിയോടെ പറഞ്ഞു. അങ്ങനെയല്ല, എങ്കിലും നദിയുടെ അടുത്തുകൂടെ തന്നെയാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്. പക്ഷേ നിങ്ങളുടെ ഗ്രാമത്തിൽ എത്തേണ്ടല്ലോ, വൃദ്ധൻ പറഞ്ഞു. യക്ഷിണി നിങ്ങളെ പിടികൂടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? അതല്ലേ ഇങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? ആദിക്ക് വീണ്ടും ചിരി പൊട്ടി. ഞാൻ മോനോട് പറഞ്ഞത് ശരിയാണ്. അവളുടെ മോഹം അവസാനിച്ചു. അവൾ ഇപ്പോൾ ആരെയും വേട്ടയാടുന്നില്ല. എന്തായാലും ഇന്ന് പൗർണമിയല്ല, അമാവാസയുമല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും അവൾ എന്നെ ഉപദ്രവിക്കാൻ വരില്ല, വൃദ്ധൻ ഗർവോടെ പറഞ്ഞു. നിങ്ങൾ ചേക്കടിയിൽ എവിടെയാണ് താമസിക്കുന്നത്? ആദി ചോദിച്ചു. ഞാൻ താമസിക്കുന്നത് ചേക്കടി കബനി നദി ഒഴുകുന്നതിനടുത്ത് തന്നെയാണ്, ആ പാലത്തിന്റെ അവിടെ. യക്ഷിണി അലഞ്ഞു തിരിയുന്നത് നദീതീരത്തല്ലേ? അച്ഛൻ പണ്ട് പറയുമായിരുന്നു, യക്ഷിണി കബനി നദിയുടെ ചുറ്റും പാലത്തിന്റെ അവിടെയൊക്കെ ചുറ്റി നടക്കാറുണ്ടെന്ന്, ആദി പറഞ്ഞു. പക്ഷെ അതിന് വൃദ്ധന്റെ മറുപടി ഒന്നും വന്നില്ല. ഓയ് മുത്തശ്ശ, എന്താണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്? പേടിയുണ്ടോ? ആദി വീണ്ടും വിളിച്ചു ചോദിച്ചു. വൃദ്ധനിൽ നിന്ന് ഉത്തരമൊന്നും ലഭിച്ചില്ല. എന്തുകൊണ്ടാണ് അയാൾ ഒന്നും സംസാരിക്കാത്തതെന്ന് ആദി ചിന്തിച്ചു. അവൻ വേഗം പാന്റിന്റെ സിപ്പിട്ടിട്ട് തിരിഞ്ഞു. അവൻ നോക്കിയപ്പോൾ അവിടെ ഒരു പൂച്ചക്കുഞ്ഞുമില്ല. വൃദ്ധനെ കാണാനില്ല. അയാൾ പെട്ടെന്ന് എങ്ങോട്ടേക്കോ അപ്രത്യക്ഷനായി. വൃദ്ധൻ ഇത്ര പെട്ടെന്ന് എവിടെ പോയി എന്ന് ആദിക്ക് മനസ്സിലായില്ല. അവൻ തന്റെ ബാഗ് എടുത്ത് സ്റ്റോപ്പിന്റെ മുൻവശത്തേക്ക് വന്നു. നീണ്ടുകിടക്കുന്ന റോഡിന്റെ അങ്ങോട്ടേക്ക് നോക്കി. അയാളെ അവിടെയെങ്ങും കാണാനില്ലായിരുന്നു. അയാൾക്ക് ഇത്രയും പെട്ടെന്ന് പോകാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ട് ആദി നിന്നു. ഒരു മൂളിച്ച കേട്ട് ആദി നോക്കിയപ്പോൾ അവന്റെ നേരെയുള്ള മരത്തിൽ നിന്നും ഒരു മൂങ്ങ അവനെ തന്നെ ഉറ്റുനോക്കി മൂളുന്നുണ്ടായിരുന്നു. അതിന്റെ നോട്ടം പന്തിയല്ലെന്ന് തോന്നിയ ആദി തിടുക്കത്തിൽ അവിടെ ഒരു ഓട്ടോ വല്ലതും കിട്ടുമോ എന്ന് നോക്കി. പക്ഷെ വിജനമായ ആ റോഡിൽ ഏത് വണ്ടി വരാനാണ്? ആദി വേഗം ബാഗും എടുത്ത് ഫോണിലെ ഗൂഗിൾ മാപ്പിൽ നോക്കി നടക്കാൻ തുടങ്ങി. എന്നാലും ആ മുത്തശ്ശൻ ഇത് എവിടെ പോവാനാണ്? ഇനി യക്ഷിണി വന്ന് പിടിച്ചോണ്ട് പോയിട്ടുണ്ടാവോ? ഏയ്,
അയാൾ വല്ല കുറുക്കു വഴിയിലൂടെയും പോയിട്ടുണ്ടാവും. അതാണ് റോഡിൽ കാണാത്തത്. എന്തായാലും ഈ ഗ്രാമത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു ടാക്സി, എന്തിനൊരു ഓട്ടോ പോലും കാണുന്നില്ല. വികസനം ഒന്നും ഇവിടെ 7 അയലത്ത് എത്തിയിട്ടില്ല. ഈ ഗ്രാമം ഇപ്പോഴും ഗ്രാമമാണ്. ഒരു പുരോഗതിയുമില്ലാത്ത പട്ടിക്കാട്. എല്ലാം വർഷങ്ങൾക്ക് മുൻപുള്ള അതേ അവസ്ഥ, അവൻ മനസ്സിൽ വിചാരിച്ചു. ഏകദേശം അരമണിക്കൂർ ഗൂഗിൾ നോക്കി നടന്നതും അവൻ നദിക്കരയിലെത്തി. നദി കടന്നാൽ ഒരു ചെറിയ കാടുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നടന്നാൽ മാണിക്യമംഗലം മനയിലെത്താം. കേട്ട കഥകളോർത്ത് നദി കടക്കുമ്പോൾ അവന് ചെറിയ വല്ലായ്മ തോന്നിയെങ്കിലും പ്രതീക്ഷിച്ച പോലൊന്നും സംഭവിച്ചില്ല. ആദി പതിയെ വനത്തിനുള്ളിൽ പ്രവേശിച്ചു. കുറ്റാക്കൂരിരുട്ടായിരുന്നു വനത്തിൽ. ആദിയുടെ 2 ഇരട്ടി വലിപ്പമുള്ള മരങ്ങൾ. ആകാശം പോലും കാണുന്നില്ല, അത്രയ്ക്ക് തിങ്ങി നിറഞ്ഞിരിക്കുന്ന മരങ്ങൾ. ഫോണിലെ നെറ്റ്വർക്ക് ആണേൽ റേഞ്ച് ഇല്ലാതെ കട്ടായി. അത് കാരണം ആദിക്ക് എങ്ങോട്ട് പോകണമെന്നും അറിയുന്നില്ല. അവൻ കാണുന്ന വഴിയിലൂടെയൊക്കെ പോയി. മനയിലേക്ക് തിരിയുന്ന വഴിയെ എത്തിയപ്പോൾ അവൻ ഓർമ്മയില്ലാതെ വേറെ വഴി പോയി. അവസാനം വഴി തെറ്റി ഉൾക്കാട്ടിലെത്തി. ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ അവൻ അവിടെ ചുറ്റും നോക്കി നിന്നു. വനത്തിനുള്ളിലെ മുളമരങ്ങളെ നോക്കിയപ്പോൾ അവയ്ക്കൊക്കെ ജീവനുള്ളതുപോലെ അവന് തോന്നി. ഇനിയിപ്പോ എന്താ ചെയ്യ? ഞാനാണേൽ വഴി മറന്നും പോയി. ഇതിപ്പോൾ കുറെ നേരമായല്ലോ ഇവിടെ തന്നെ. വന്ന സ്ഥലത്ത് തന്നെ വീണ്ടും വന്നതുപോലെ. പണ്ടാരെ നെറ്റും കിട്ടുന്നില്ല. ഒരു ഹെൽപ്പിനായി ആരെങ്കിലും വിളിക്കാന്ന് വെച്ചാൽ അതിന് സിഗ്നലും ഇല്ല. ആദി ഫോണിൽ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. ആദി പറഞ്ഞതും കാറ്റാഞ്ഞു വീശാൻ തുടങ്ങി. താഴെ കൊഴിഞ്ഞു കിടന്ന ഇലകളെല്ലാം അവന്റെ മേലേക്ക് പതിച്ചു. ആദി മൊബൈലിന്റെ ടോർച്ചടിച്ച് വീണ്ടും മുന്നോട്ട് നടന്നു. ആ കൊടുങ്കാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കിടക്കണമെന്ന് മാത്രമാണ് അവൻ അപ്പോൾ ചിന്തിച്ചത്. അപ്പോഴാണ് അവൻ പിന്നിൽ നിന്നും ആരുടെയോ കാലടിയുടെ ശബ്ദം കേട്ടത്. ഈ കൊടുങ്കാട്ടിൽ, അതും ഈ രാത്രിയിൽ ആരാവും? എന്തായാലും മൃഗങ്ങളല്ല, ഏതോ മനുഷ്യന്റെ കാലടി പോലെ. ഇനി യക്ഷിണിയാവോ? അവൾ മനുഷ്യരൂപം എടുത്തല്ലേ ആദ്യം വരിക? ആദ്യം ഓർത്തു. കാലടികളുടെ ശബ്ദം അടുത്തു വരുംതോറും അവന് പേടി തോന്നി. അച്ഛൻ പറഞ്ഞ യക്ഷിണിയുടെ കഥ അവൻ ഓർമ്മ വന്നു. ഓരോ നിമിഷം കഴിയും തോറും അവന്റെ പേടിയും കൂടി. എങ്കിലും പേടി പുറത്തു കാണിക്കാതെ അവൻ പതിയെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് തൊട്ടടുത്തുള്ള മുളമരങ്ങൾ ഇളകുന്നതും ശബ്ദം കേൾക്കുന്നതും ആദി കണ്ടത്. കാലടികളുടെ ശബ്ദവും ആ ഭാഗത്തു നിന്ന് വന്നപ്പോൾ ആ മരങ്ങൾക്ക് പിന്നിലുള്ളത് എന്താണെങ്കിലും അതിനെ പൂർണ്ണമായും നേരിടാൻ അവൻ തയ്യാറായിരുന്നു. ആദിയുടെ കണ്ണുകൾ വികസിച്ചു. അവൻ ഒരു മുളയുടെ കഷ്ണം കയ്യിലെടുത്തു പിടിച്ചിരുന്നു. അതവന്റെ കയ്യിൽ നിന്ന് താഴെ വീണു. ആ രൂപത്തെ കണ്ടവൻ ഭീതിയിൽ വീണു നിലംപൊത്തി. അവന്റെ മുന്നിൽ ഒരു ഇരുണ്ട നിഴൽ രൂപം വന്നു നിന്നു. അവൻ ഭയത്തോടെ മൊബൈൽ എടുക്കുകയും ടോർച്ച് രൂപത്തിന് മുന്നിൽ തെളിക്കുകയും ചെയ്തു. ആ ഇരുണ്ട നിഴലിലേക്ക് നോക്കി അവൻ ചോദിച്ചു, നീ ആരാണ്?